കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ഓഫീസിലെ ജോലികൾ വളരെ കൃത്യമായിട്ടും നീറ്റായിട്ടും ചെയ്യുന്ന നിധിക്ക് അവിടെ ഒരു അവസരം വരികയാണ്. അവിടെ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് തിരഞ്ഞെടുക്കുന്നത് നിധിയെയാണ്. സിദ്ധാർത്ഥിൻ്റെയും മറ്റ് അവിടുത്തെ സ്റ്റാഫുകളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അസാമാന്യ പ്രകടനമാണ് നിധി അവിടെ കാഴ്ചവെച്ചത്. ആ ഒരു നിധിയുടെ പെർഫോമൻസോട് കൂടി സിദ്ധാർത്ഥിന് നിധിയോടുള്ള ആ ഒരു അടുപ്പം കൂടുകയാണ്. നിധിയെ കണ്ട അന്ന് മുതൽ തന്നെ സിദ്ധാർത്ഥിന് നിധിയോട് ഒരടുപ്പം ഉണ്ടായിരുന്നു. നിധിയുടെ ആ ഒരു പെർഫോമൻസോട് കൂടി നിധിയോടുള്ള അടുപ്പം കൂടുകയാണ്. അത് നിധിക്ക് ഒരു പരിധി കഴിയുന്നതോടുകൂടി അവനുമായിട്ടുള്ള ആ ഒരു അടുപ്പം വല്ലാതെ ഒരു ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നത്. നിധി പലപ്പോഴായിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സിദ്ധാർത്ഥ് ഓഫീസിലും പുറത്തെവിടെ വെച്ച് കണ്ടിരുന്നാലും നിധിയെ വല്ലാതെ അങ്ങ് ഒരു ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിദ്ധാർത്ഥ് തീരുമാനിക്കുന്നുണ്ട് അവൾ ഈ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് ഒരു വലിയ പാർട്ടി തന്നെ നിധിക്ക് കൊടുക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. സിദ്ധാർത്ഥ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പാർട്ടിയോടും കൂടി നിധിക്ക് തന്നോട് വല്ലാത്തൊരു അടുപ്പമുണ്ടാവും, അത് പ്രണയത്തിലേക്ക് മാറുമെന്നാണ് സിദ്ധാർത്ഥ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് സിദ്ധാർത്ഥ ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. അതിലേക്ക് നിധി എത്തുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യുകയും നിധിക്കൊരു ഗിഫ്റ്റ് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. നിധിക്ക് അത് താല്പര്യമില്ല എങ്കിലും എല്ലാവരുടെ മുന്നിൽ വെച്ച് അവഗണിക്കാൻ കഴിയാത്ത വിധമാണ് സിദ്ധാർത്ഥ് ആ ഒരു ഗിഫ്റ്റ് നിധിക്ക് നൽകുന്നത്. എന്താ നിധി, അതൊന്ന് പൊട്ടിച്ചു നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ നിധി അത് പൊട്ടിച്ചു നോക്കുകയാണ്. നിധിക്ക് ഒരു വില കൂടിയ വാച്ചാണ് സിദ്ധാർത്ഥ് സമ്മാനമായിട്ട് നൽകുന്നത്. അത് മറ്റാരും അറിയാതെ തന്നെ സിദ്ധാർത്ഥിൻ്റെ ഒരു സ്റ്റാഫ് ഫോട്ടോ എടുക്കുകയും അത് സിദ്ധാർത്ഥിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഉടനെ തന്നെ സിദ്ധാർത്ഥ് അതിൽ കുറേ ലവ് സിമ്പിളൊക്കെ ഇട്ടതിന് ശേഷം സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയും സുധീഷിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിൻ്റെ ആ ഒരു പെരുമാറ്റം സഹിക്കവയ്യാതെ നിധി പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു, എനിക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് പോകണോ എന്ന്. അവിടെ നിന്നും ഒഴിഞ്ഞുമാറി സുധീഷിനെ പെട്ടെന്ന് തന്നെ വിളിച്ച് കാറിനകത്ത് കയറുകയാണ് നിധി. സുധീഷ് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിധി, എന്താ ഇങ്ങനെ ഒരു വല്ലാതൊരു വിഷമം പോലെ ഇരിക്കുന്നത്? ഒന്നുമില്ല സുധീഷേ, നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ കാറിനകത്ത് നിന്ന് കയറി കാർ എടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പുറത്തേക്ക് വന്ന് സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷ് അടുത്തേക്ക് ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നത്, എടാ നീ ഇപ്പോൾ നിൻ്റെ കാറിലേക്ക് എത്തിക്കൊണ്ട് പോകുന്നില്ലേ, അതിനി എൻ്റെ പെണ്ണാടാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് സുധീഷിന് വല്ലാതെ ദേഷ്യവും സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിധിക്ക് ഓഫീസിലേക്ക് പോകാൻ തന്നെ വല്ലാത്ത മടിയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഓഫീസിൽ വർക്കൊന്നും ചെയ്യാനാവാതെ വല്ലാതെ ഒരു വിഷമത്തിലിരിക്കുന്ന നിധിയെ കാണുമ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും നിധിയുടെ അടുത്തേക്ക് വരികയും വല്ലാതെ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ പെരുമാറുകയും ചെയ്യുകയാണ്. നിധി എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചിറങ്ങിയത്. രാത്രിയാവുന്ന സമയത്ത് ഒരു 10 മണിയൊക്കെ കഴിയുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവളുടെ ഫോണിലേക്ക് മോശമായിട്ടുള്ള മെസ്സേജുകളും അയക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് അവളുടെ ആ ഒരു മനസ്സോ അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ ഒന്നും അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവളുടെ ഒരു ശരീരത്തെ മാത്രമാണ് സിദ്ധാർത്ഥ് സ്നേഹിക്കുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ സുധീഷിൻ്റെ ഫോണിലേക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആരോ അയച്ചു കൊടുക്കുമ്പോൾ സുധീഷ് വല്ലാതെ സങ്കടമാവുകയാണ്. നോക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഒരു വാച്ച് സമ്മാനമായിട്ട് വാങ്ങുന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുമാണ് അവൻ കാണുന്നത്. അവൻ ആകെ അങ്ങ് തകർന്നു പോവുകയാണ്. തന്നോട് നിധിക്ക് യാതൊരു പ്രണയവും ഇല്ല എന്നും സിദ്ധാർത്ഥും നിധിയും തമ്മിൽ എന്തോ പ്രണയമുണ്ട് എന്നും തെറ്റിദ്ധരിക്കുന്ന സുധീഷിന് നിധിയോട് തന്നെ ഒരു ദേഷ്യമാവുന്നുണ്ട്. നിധിക്ക് സിദ്ധാർത്ഥിൻ്റെ ശല്യം സഹിക്കവയ്യാതാവുമ്പോൾ അവസാനം അവൾ സുധീഷിനോട് ഒരു സഹായം തേടുന്നുണ്ട്. സുധീഷെ, എനിക്ക് ആ ഒരു സിദ്ധാർത്ഥിൻ്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ സുധീഷ് ആദ്യം കേൾക്കാത്ത മട്ടിലാണ് നിൽക്കുന്നത്. പലതവണ നിധിയുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിധി വീണ്ടും വീണ്ടും സുധീഷിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുധീഷെ, ഇപ്പോൾ പഴയതുപോലെ എന്നോട് മിണ്ടുന്നില്ലല്ലോ, എന്താ? ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷേ എന്താ എന്നോടിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവും പറയാതെ സുധീഷ്, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൾ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ സുഭാഷും ഹരീഷും നികേഷും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരോടൊന്നും ആ ഒരു മുഖഭാവം അവൾ കാണിക്കുന്നില്ല.
എന്താ മോളെ, ഓഫീസിൽ ഇന്ന് പോകുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പോകുന്നുണ്ട് ഏട്ടാ, പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ആ വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിരിക്കുമ്പോൾ തനിക്ക് ജോലിയിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ മോശമായിട്ടുള്ള നോട്ടവും ഇടയ്ക്കിടയ്ക്ക് വന്ന് നിധിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിധിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നിട്ട് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പറയുമ്പോൾ സുധീഷ് നിധിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ്. ഞാൻ ഒരു ടാക്സി ഡ്രൈവറല്ലേ, നിനക്ക് യോജിച്ചത് നിൻ്റെ കമ്പനിയുടെ മുതലാളി സിദ്ധാർത്ഥ് തന്നെയാണ്, നിങ്ങൾ തമ്മിലായിരിക്കും നല്ല ചേർച്ച എന്നൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് സുധീഷ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിധിക്കും വല്ലാതെ അങ്ങ് വിഷമാവുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എന്താ സുധീഷേ, എന്നെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ, ഞാൻ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ സമയത്ത് സുധീഷ് ആ സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളെടുത്ത് നിധിയെ കാണിക്കുന്നുണ്ട്. അതിൽ കുറേ ലവ് സിമ്പലുകളും കിസ്സും അങ്ങനെയൊക്കെയുള്ള സിമ്പലുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് കാണുമ്പോൾ നിധിക്ക് ഷോക്കായി പോകുന്നുണ്ട്. അയ്യോ സുധീഷേ, ഇത് ഞാനൊന്നും അറിഞ്ഞതല്ല, എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഗിഫ്റ്റ് വാങ്ങാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അല്ലാതെ എനിക്ക് അയാളോട് യാതൊരു പ്രണയവുമില്ല എന്നൊക്കെ തുറന്നു പറയുമ്പോഴും സുധീഷിന് അതൊന്നും, നിധി പറയുന്ന കാര്യങ്ങളൊന്നും സുധീഷ് ഉൾക്കൊള്ളുന്നില്ല. സുധീഷ് വീണ്ടും വീണ്ടും പറയുന്നത്, ഞാനൊരു ടാക്സി ഡ്രൈവറല്ലേ, ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, നിങ്ങളുടെ സ്റ്റാറ്റസിന് യോജിക്കുന്നവർ തന്നെയായിരിക്കും എപ്പോഴും ഒന്നാവുന്നത് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. സുധീഷ് തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്, എനിക്കാരും സഹായത്തിനില്ല എന്നും നിധി വിചാരിക്കുകയാണ്. സുധീഷ് അവിടെ നിന്നും വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ്. പിറ്റേ ദിവസം ഓഫീസിലേക്ക് എത്തുന്ന നിധിക്ക് സിദ്ധാർത്ഥിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പോസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ആൾക്ക് ഗിഫ്റ്റ് തന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ ഈ ലവ് സിമ്പലുകളും ഇങ്ങനെയുള്ള മോശം സിമ്പലുകളൊക്കെ കൊടുക്കണമായിരുന്നോ. അപ്പോൾ സിദ്ധാർത്ഥ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. സിദ്ധാർത്ഥ പറയുകയാണ്, ഓ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതിനാണോ നിധി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. അതെ, ഞാൻ എൻ്റെ ഇവിടെ നടക്കുന്ന എല്ലാ പാർട്ടികളിലും എല്ലാവർക്കും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓഹോ, എല്ലാവർക്കും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മോഹൻ സാറിന് കൊടുത്ത പാർട്ടിക്ക് നിങ്ങൾ ഈ ഒരു സിമ്പിളൊന്നും ഇട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ, അതെന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടി പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ എന്താ ആ സുധീഷിനോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്നോ, നിങ്ങൾ എന്താ കരുതിയത്, സുധീഷ് ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്താ നീയല്ലേ പറഞ്ഞത് നിധി, അത് എൻ്റെ കസിനാണെന്ന്. പിന്നെന്താ, എൻ്റെ കസിനല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നു, അതിനാണ് ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. സുധീഷ് എൻ്റെ കസിനല്ല, എൻ്റെ ഭർത്താവാണ്. ഇത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്, എന്താണ് നിധി പറയുന്നത്, സുധീഷ് നിൻ്റെ ഭർത്താവാണെന്നോ, നിനക്ക് എന്താ നിധി, നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറഞ്ഞതല്ല, സുധീഷ് എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ ഭർത്താവാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ കൂടുതലായി. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത കല്യാണമായിരുന്നു. അയ്യേ നിധി, ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിധി വെറുതെ പറയുന്നതല്ലേ. അല്ല, വെറുതെ പറയുന്നതല്ല, ഇതാ നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇതാ കാണൂ എന്ന് പറഞ്ഞിട്ട് നിധിയുടെയും സുധീഷിൻ്റെയും ആ ഒരു കല്യാണ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ സിദ്ധാർത്ഥന് മനസ്സിലാവുന്നുണ്ട് നിധി പറയുന്നതെല്ലാം ശരിയാണ് എന്ന്. എന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്നോ, ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്. സുധീഷ് നിങ്ങളെ ഒന്നും ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. മറ്റൊരാളുടെ ഭാര്യയെ എന്തൊക്കെ മോശമാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സിദ്ധാർത്ഥങ്ങ് വല്ലാതെ നാണം കിട്ട് തലകുനിച്ച് നിൽക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സുധീഷിനോട് നിധി പറയുന്നുണ്ട്, സുധീഷേ ഇനിയെങ്കിലും എന്നോട് സംസാരിച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറിയാതെയാണ് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്ന്. സുധീഷിന് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് വീണ്ടും ഒന്നും പറയാതെ തന്നെയാണ് നിൽക്കുന്നത്. സുധീഷിനോട് നിധിക്ക് വല്ലാതെ ഇഷ്ടമുണ്ടെന്നും പലതവണ അവൾ ആ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും സുധീഷ് യാതൊരു ഉത്തരവും പറയാതാവുന്ന സമയത്ത് നിധി ഓടി റൂമിൽ കയറി കഥ കടയ്ക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുഭാഷും ഒരു എഞ്ചിനീയറുമായിട്ട് ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ സിദ്ധാർത്ഥം വരുന്നുണ്ട്. സിദ്ധാർത്ഥിനെ കാണുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, സാറിന് എന്നെ മനസ്സിലായില്ലേ.
ഇല്ലല്ലോ, ആരാ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ കുട്ടിയാണ് നിധി, സാറിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. അവളുടെ ബർത്ത്ഡേക്ക് സാറിന്ന് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഓർക്കുന്നില്ലേ? ഓ സോറി കേട്ടോ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ സുഭാഷിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ എൻജിനീയർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പരിചയക്കാരായില്ലേ, എൻ്റെ ആവശ്യമില്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് സംസാരിച്ചാൽ മതി സിദ്ധാർത്ഥ് സാർ. ശരി ശരി, ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ ആ ഒരു എൻജിനീയർ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം സിദ്ധാർത്ഥ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അന്ന് നിധി എന്നോട് പറഞ്ഞത് സുധീഷ് അവളുടെ ഭർത്താവെന്നല്ലേ, ഈ ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പോൾ സുഭാഷിന് അറിയായിരിക്കുമല്ലോ. അങ്ങനെ സിദ്ധാർത്ഥ് സുഭാഷിനോട് ചോദിക്കുകയാണ്, സുഭാഷേ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന നിധിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, നിധിയുടെ ഭർത്താവ് ആരാ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെ, അതെൻ്റെ സഹോദരനാ സുധീഷ്. അപ്പോൾ നിധി പറഞ്ഞത് സത്യമാണ് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലാവുകയാണ്. തിരിച്ചങ്ങനെ സുഭാഷൊക്കെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ഒരു സൈഡിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നത്, സുധീഷ് ഇടയ്ക്ക് നിധിക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വാച്ച്. ആ ഒരു വാച്ചൊന്നും നിധി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം വില കൂടിയ വാച്ച് സിദ്ധാർത്ഥ് കൊടുത്തപ്പോൾ അത് അവൾ ഇഷ്ടത്തോടു കൂടി വാങ്ങുകയും അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്നാണ് സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. എന്നാൽ നിധിയാണെങ്കിലോ സുധീഷ് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ്, അതായത് ആ പഴയ വാച്ച് തന്നെയാണ് നിധി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.